ജയസറാം പുണ്യാത്മാക്കളെ സാദരപ്രണാമം. ഇന്ന് 1201 കർക്കിടകം 25 2026 ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 503 വരികളാണ്. യുദ്ധാരംഭവും രാവണന്റെ പുറപ്പാടുമാണ് ഇന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് രാവണന്റെ മുത്തച്ഛനായ മാല്യവാൻ രാവണനോട് ഉപദേശം നൽകുന്നതും രാവണൻ അത് ചെവിക്കൊള്ളാതെ മന്ത്രിമാരുമായിട്ട് മാളികയുടെ മുകളിലേക്ക്, കൊട്ടാരത്തിൻ്റെ മാളികയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നതുമാണ് കണ്ടത്. അപ്രകാരം രാവണൻ മാളിക മുകളിൽ ഇരുന്നു കൊണ്ട് വാനര സൈന്യത്തെ സൂക്ഷിച്ച് നോക്കുകയാണ്. വാനര സൈന്യം ഒട്ടും മോശമല്ല എന്ന് രാവണന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് രാക്ഷസ വീരന്മാരെയൊക്കെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ച് വരുത്തി. രാവണനെ ആ മാളിക മുകളിൽ നിൽക്കുന്നത് ശ്രീരാമൻ നേരിൽ കാണുന്നു. ശ്രീരാമൻ കുപിതനായിട്ട് രാവണനെ കണ്ട് കോപിച്ച് രാഘവ ദേവനും സൗമിത്രിയോട് വിൽ വാങ്ങിനാൻ ലക്ഷ്മണനോട് വില്ല് വാങ്ങിയിട്ട് അസ്ത്രം പ്രയോഗിച്ചു. രാവണന്റെ വെൺകൊറ്റ കുടയും കിരീടങ്ങളും രാമബാണമേറ്റ് നിലംപതിച്ചു. 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച നേരത്ത് രാവണൻ നാണിച്ചു താഴത്തിറങ്ങി. രാമബാണമേറ്റ് നിലംപതിച്ച സമയത്ത് രാവണൻ നാണിച്ച് താഴത്തിറങ്ങിയിട്ട് രാമബാണം പുറകെ വരുന്നുണ്ടോ എന്ന് ഭയത്തോടുകൂടി തിരിഞ്ഞു നോക്കിയിട്ട് വേഗത്തിൽ നടന്നു. അപ്പോൾ പ്രഹസ്തൻ മുതലായിട്ടുള്ള സേനാപതികൾ രാവണനിൽ നിന്ന് യുദ്ധകൽപ്പന സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് എത്തിച്ചേർന്നു. രാവണൻ അവർക്ക് കൽപ്പന കൊടുക്കുകയാണ്, എത്രയും പെട്ടെന്ന് യുദ്ധം ആരംഭിക്കൂ, പേടിച്ച് അകത്തടങ്ങിയിരിക്കുന്നത് പൗരുഷമല്ല എന്ന് കൽപ്പിക്കുകയാണ്. ഉടനെ അവരെല്ലാവരും, സേനാപതികളെല്ലാവരും പലവിധ വാഹനങ്ങളിൽ കയറിയിട്ട് വാള്, ചുരിക, കുന്തം, വേല് തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് വാദ്യഘോഷത്തോടു കൂടിയിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ആ ശബ്ദ കോലാഹലം കേട്ട് ഭൂമണ്ഡലം ആകെ ഇളകിമറിഞ്ഞു. സൈന്യത്തെ യുക്തിപൂർവം വിഭജിക്കുകയാണ്. ആ സമയത്ത് ഓരോ നായകന്മാർ ഓരോ ഗോപുരത്തിൻ്റെയും വാതിൽക്കൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുകയാണ്. കിഴക്ക് വാതിൽ, ലങ്കാ സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് ഗോപുരവാതിൽ കാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഹസ്തനെയും, തെക്ക് ഗോപുരത്തിൻ്റെ കാവൽക്കാരനായിട്ട് വജ്രദ്രംഷ്ടനെയും, പടിഞ്ഞാറ് ഗോപുരത്തിന് മേഘനാഥനും, വടക്കേ വാതിൽക്കൽ രാവണനും. അപ്രകാരം അവരുടെ നേതൃത്വത്തിലുള്ള വലിയ സൈന്യമാണ്, രാക്ഷസ കൂട്ടമാണ് ഈ 4 ഗോപുരങ്ങളും കാക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടത്. ഇതേ സമയത്ത് രാമന്റെ സൈന്യത്തിൽ, സുഗ്രീവന്റെ വാനര സൈന്യത്തിലും സൈന്യ സജ്ജീകരണം നടത്തുകയാണ്. കിഴക്ക് ഭാഗത്തെ യുദ്ധം നടത്തുവാൻ വേണ്ടിയിട്ട് കിഴക്ക് ദിക്കിലേക്ക്, അഥവാ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ലങ്കയുടെ 4 ഗോപുര ദ്വാരങ്ങളിലേക്ക്, കിഴക്ക് ഗോപുരത്തിലേക്ക് നീലന്റെ നേതൃത്വത്തിലും, തെക്ക് ഗോപുരം അംഗദന്റെ നേതൃത്വത്തിലും, പടിഞ്ഞാറ് ഭാഗം ഹനുമാന്റെ നേതൃത്വത്തിലും, വടക്ക് ലക്ഷ്മണ സുഗ്രീവാദികളോട് കൂടിയിട്ട് ശ്രീരാമന്റെ നേതൃത്വത്തിലുമാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. അപ്രകാരം 2 ഭാഗത്തും, രാവണന്റെ ഭാഗത്തും ശ്രീരാമന്റെ ഭാഗത്തും സൈന്യ സജ്ജീകരണങ്ങളൊക്കെ നടത്തി 4 ദിക്കുകളിൽ 2 ഭാഗത്തെയും സൈന്യം, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് 4 ദിക്കുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട സേനാപതികളുടെ നേതൃത്വത്തിലുള്ള സൈന്യം സജ്ജമായി തീർന്നു. അപ്രകാരം ആ സൈന്യ സജ്ജീകരണത്തിന് ശേഷം കോടിക്കണക്കിനുള്ള വാനര സൈന്യം ലങ്കാപുരത്തെ വളയുകയാണ്. പൊട്ടിച്ച് അടുത്ത പാറകൾ, വലിയ വലിയ കല്ലുകൾ, മലകൾ, വൃക്ഷങ്ങൾ മുതലായവ കൊണ്ട് ലങ്കാപുരത്തെ ഈ വാനര സൈന്യം തകർത്ത് തുടങ്ങുകയാണ്. കോട്ടമതിലുകളും കിടങ്ങുകളും ഇടിച്ച് നിരത്തുകയാണ് ഈ വാനര സൈന്യം. അവരുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് പൊട്ടിച്ചെടുത്ത പാറക്കഷ്ണങ്ങളും അതുപോലെ മലകളും വൃക്ഷങ്ങളും ഒക്കെയാണ്. അതെല്ലാം കൊണ്ട് ലങ്കാപുരത്തിൻ്റെ ആ മനോഹരമായിട്ടുള്ള ലങ്കാ സാമ്രാജ്യത്തിൻ്റെ കോട്ടമതിലുകളും കിടങ്ങുകളും ഒക്കെ അവർ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നു. രാക്ഷസന്മാരാവട്ടെ വാനര സൈന്യത്തിന് നേരെ തോമരം, ബിണ്ടിപാലം, ചക്രം, മുസലം തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ആയുധങ്ങൾ കൊണ്ട് വാനന്മാർക്കെതിരെ പ്രയോഗിച്ചു തുടങ്ങി.
ആ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഇരു സൈന്യങ്ങളിലും അനവധി മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്രകാരം വാനരന്മാരുടെ ഈ ആക്രമണത്തിൽ ഭയന്ന് അസ്വസ്ഥനായ രാവണൻ ശാർദൂലൻ മുതലായിട്ടുള്ള കിങ്കരന്മാരെ രഹസ്യമായിട്ട് അവിടെ നടക്കുന്ന വിവരങ്ങളൊക്കെ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞുവിടുന്നു. മായാവികളായിട്ടുള്ള അവർ രാത്രിയിൽ വാനരവേഷം ധരിച്ചു ചെന്ന് വാനര സൈന്യത്തിൽ കയറിപ്പറ്റുന്നു. എന്നാൽ ആ നിമിഷം തന്നെ ആ വാനരന്മാർക്ക് ഇത് രാക്ഷസൻ നിയോഗിച്ചിട്ടുള്ള ആളുകളാണ് എന്ന് മനസ്സിലാവുകയും അവരെ പിടികൂടിയിട്ട് കൊല്ലാൻ വേണ്ടി ഭാവിക്കുകയും ചെയ്തു. ആ സമയത്ത് അവർ ദയനീയമായിട്ട് നിലവിളിച്ച് ശ്രീരാമ സംരക്ഷിക്കണമേ എന്ന് പറയുന്നു. അപ്രകാരം ആർത്തനാദം കേട്ട് ശ്രീരാമൻ അവരെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. ആ ശാർദൂലാദികൾ രാവണന്റെ സമീപത്ത് ചെന്ന് എപ്രകാരമാണോ മുമ്പ് ശുഗനൊക്കെ രാവണനെ ഉപദേശിച്ചത്, അതേ പ്രകാരത്തിൽ രാവണനോട് പറയുകയാണ്, സീതയെ വിട്ടുകൊടുക്കുന്നതാണ് നിനക്ക് നല്ലത്, ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് തുടങ്ങി രാവണനെ ഉപദേശിക്കുകയാണ്. ഇത് കേട്ട് രാവണന് വളരെ വളരെ വിഷാദമുണ്ടായി. രാവണൻ സീത ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുകയാണ്. ശിംശഭാവൃക്ഷ ചുവട്ടിൽ രാമനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സീതയുടെ സമീപത്തേക്ക് രാവണൻ ചെല്ലുന്നു. രാവണൻ ചെല്ലുമ്പോൾ മായ കൊണ്ട് രാമശിരസ്സും ധനുസ്സും രാവണൻ അവിടെ കൊണ്ടുപോവുകയാണ്. ഒരു മായ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശ്രീരാമന്റെ ഒരു ശിരസ്സും അതുപോലെ തന്നെ ശ്രീരാമന്റെ അസ്ത്രവും അമ്പും വില്ലും ഏന്തിക്കൊണ്ടാണ് സീതാദേവിയുടെ മുമ്പിലേക്ക് രാവണൻ ചെല്ലുന്നത്. സീതാദേവിയുടെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നു, ഞാൻ രാമനെ ആയുധം കൊണ്ട് വധിച്ചു, കണ്ടുകൊള്ളൂ രാമന്റെ ശിരസും ആയുധവും എന്ന് പറയുകയാണ്. അത് കേട്ടിട്ടും ശ്രീരാമന്റെ ശിരസ് കണ്ടിട്ടും ദുഃഖിതയായ സീതാദേവി അത് യാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിച്ചിട്ട് ബോധരഹിതയായിട്ട് നിലത്ത് വീണു. അപ്പോഴേക്കും ഒരു ദൂതൻ വന്ന് രാവണനെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് വിഭീഷണന്റെ പത്നിയായ സരമ ബോധരഹിതയായി കിടക്കുന്ന സീതയുടെ സമീപത്ത് വന്ന് സീതയെ എഴുന്നേൽപ്പിക്കുകയും ഇപ്പോൾ ഇവിടെ കണ്ടതൊക്കെ രാവണന്റെ മായാവിദ്യയാണ് എന്നും ശ്രീരാമനെ ആർക്കും തന്നെ വധിക്കാൻ സാധ്യമല്ല എന്നും ശ്രീരാമൻ നാരായണനാണ്, മഹാവിഷ്ണുവാണ്, അതുകൊണ്ട് അല്ലയോ സീതയെ അവിടുന്ന് പരിഭ്രമിക്കേണ്ട കാര്യമില്ല, ഏതാനും ദിവസങ്ങൾക്കകം ഈ വിഷയങ്ങളൊക്കെ ശുഭമായിട്ട് പര്യവസാനിക്കുമെന്നും രാമൻ രാവണനെ വധിക്കുമെന്നും സീതാദേവിക്ക് രാമനെ തിരികെ ലഭിക്കുമെന്നും സരമ നല്ല വാക്കുകൾ പറഞ്ഞ് സീതയുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണ്. അപ്രകാരം നിൽക്കുന്ന സമയത്ത് അംഗദൻ രാവണന്റെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞ് കയറി ചെല്ലുന്നു. അംഗദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ. അംഗദൻ പോയിട്ട് രാവണനോട് പറയുകയാണ്, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എന്നുടെ മുന്നിൽ അമാറു വെച്ചിടുക, വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലെങ്കിൽ അത്തൽ പോണ്ട് ഉള്ളിൽ അടച്ച് അങ്ങിരിക്കെങ്കിലും. അതായത് ശ്രീരാമന്റെ വാക്കുകൾ അംഗദൻ രാവണനോട് പറയുകയാണ്. ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് അംഗദൻ രാവണന്റെ സഭയിൽ രാവണന്റെ മുൻപിലെത്തി. രാവണനെ ചെന്ന് കണ്ടു. എന്നിട്ട് പറയുകയാണ്, ലങ്കേശ, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എൻ്റെ കാൽക്കൽ വയ്ക്കുക, അതല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക എന്ന് ശ്രീരാമൻ എന്നോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ശത്രു വരുമ്പോൾ വാതിലടച്ച് ദുഃഖിച്ചിരിക്കുന്നത് ശരിയല്ല. നിന്നെയും നിന്റെ രാജ്യത്തെയും നിന്റെ സൈന്യത്തെയും ബാണമെയ്ത് ഞാൻ സംഹരിക്കും എന്ന് ശ്രീരാമൻ നിന്നോട് പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് അംഗദൻ ഇവിടെ രാവണനോട് പറയുന്നു. ഈ അധിക്ഷേപ വാക്കുകൾ കേട്ടിട്ട് ക്രുദ്ധനായ രാവണൻ അംഗദനെ വധിക്കാൻ വേണ്ടിയിട്ട് രാക്ഷസന്മാരോട് ആജ്ഞാപിച്ചു. രാക്ഷസന്മാർ അംഗദനെ പിടികൂടി. ആ സമയത്ത് അംഗദൻ നിഷ്പ്രയാസം അവരെ എല്ലാവരെയും തന്നെ കൊന്ന് ചുഴറ്റി എറിഞ്ഞ് അവിടെ നിന്നും നേരെ ആ മാളികയും തകർത്തിട്ട് കുതിച്ചു ചാടി ശ്രീരാമന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ശ്രീരാമൻ അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ സുഷേണൻ, കുമുദൻ, ഹനുമാൻ മുതലായവർ ചെന്ന് ആ പ്രധാനപ്പെട്ട വാനരന്മാരായിട്ടുള്ള സുഷേണൻ, കുമുദൻ, ഹനുമാൻ മുതലായവർ ചെന്ന് ആ ലങ്കാരാജ്യത്തിലേക്ക്, ലങ്കയുടെ രാവണന്റെ അന്തപുരത്തിലേക്ക്, രാവണന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ടുള്ള കിടങ്ങുകളൊക്കെ നിരത്തി കല്ലുകളും വൃക്ഷങ്ങളും മലകളും ഒക്കെ കയ്യിലെടുത്തിട്ട് ആ കിടങ്ങ് നിരത്തി രാക്ഷസന്മാരോട് എതിരിടാൻ വേണ്ടിയിട്ട് തയ്യാറായി. രാക്ഷസന്മാർ പല പല ആയുധങ്ങളുമായിട്ട് വാനര സൈന്യത്തോട് എതിർത്തു. യുദ്ധം ആരംഭിച്ചപ്പോഴുള്ള ആ കോലാഹലം, ആ ശബ്ദ കോലാഹലമൊക്കെ പ്രപഞ്ചമൊട്ടാകെ വ്യാപിച്ചു. ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാരും ഉപദേവന്മാരും നാരദാദികളായിട്ടുള്ള മഹർഷിമാരും യുദ്ധം കാണാൻ വേണ്ടിയിട്ട് വിമാനങ്ങളിലേറി ആകാശമണ്ഡലത്തിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത്
ഇന്ദ്രജിത്ത് തേരിലേറി അംഗദനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായി. ഇന്ദ്രജിത്ത് തൻ്റെ തേരിൽ വന്നിട്ട് അംഗദനോട് യുദ്ധം തുടങ്ങുകയാണ്. അംഗദനാവട്ടെ ഇന്ദ്രന്റെ തേരിന്റെ തേരാളിയെ വധിച്ചു, ആ തേര് തകർത്തു. ആ സമയത്ത് ഇന്ദ്രജിത്ത് മറ്റൊരു തേരിലേറി വന്നിട്ട് വീണ്ടും യുദ്ധം ആരംഭിച്ചു. ഹനുമാനെ ലക്ഷ്യമാക്കി ജംബുമാലി ഒരു വേൽ പ്രയോഗിക്കുകയാണ്. ആ വേൽ പ്രയോഗിച്ച സമയത്ത് ഹനുമാൻ ഉടൻ തന്നെ അവന്റെ തേരാളിയെ വധിച്ചു, തേരും തകർത്തു, അവനെയും കൊന്നു. സുഗ്രീവനും പ്രഹസ്തനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. വിഭീഷണനും മിത്രാരിയും തമ്മിൽ യുദ്ധം നടക്കുന്നു. നീലനും നികുംബനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ലക്ഷ്മണനും വിരൂപാക്ഷനും തമ്മിൽ യുദ്ധം നടക്കുന്നു. അപ്രകാരം അഘോരമായിട്ടുള്ള ഒരു യുദ്ധരംഗമാണ് ഇപ്പോൾ ലങ്കാനഗരം സാക്ഷ്യം വഹിക്കുന്നത്. ആ യുദ്ധത്തിൽ രാക്ഷസന്മാർ മുഴുവൻ പരാജയപ്പെട്ടു, അവർക്ക് പിന്മാറേണ്ടി വന്നു. അന്നത്തെ സൂര്യാസ്തമയ സമയത്ത് ആ ദിവസത്തെ യുദ്ധത്തിൽ വാനരന്മാർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അംഗദനുമായി നടന്ന ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഇന്ദ്രജിത്ത് ആകാശത്തിൽ അതേ സമയത്ത് മറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നാഗാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് വാനര സൈന്യത്തെയും രാമലക്ഷ്മണന്മാരെയും എല്ലാം മോഹിപ്പിച്ച് ഭൂമിയിൽ വീഴ്ത്തി ഇന്ദ്രജിത്ത് ജയപേരി മുഴക്കിക്കൊണ്ട് ലങ്കയിലേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ടിട്ട്, കാരണം അവിടെ പകൽ സമയത്തുണ്ടായ യുദ്ധത്തിൽ വാനരേന്ദ്രന്മാർക്ക് വാനര സൈന്യത്തിന് വിജയം സംഭവിച്ചു. ആ സമയത്താണ് ഇന്ദ്രജിത്ത് മായ കൊണ്ട് അന്തരീക്ഷത്തിൽ ആകാശത്തിൽ മറഞ്ഞിരിക്കുകയും രാമലക്ഷ്മണന്മാരെയും മറ്റ് വാനന്മാരെയും ഒക്കെ നാഗാസ്ത്രം ചെയ്തുകൊണ്ട് ബന്ധിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് കണ്ട സമയത്ത് എല്ലാവരും രാമലക്ഷ്മണന്മാരും അതുപോലെ വാനര സൈന്യവും ഒക്കെ ഭൂമിയിൽ മോഹിച്ച് മോഹം കലർന്ന് മോഹാലസ്യപ്പെട്ട് അവർ അവിടെ ഭൂമിയിൽ പതിച്ചു. ഇത് കണ്ടിട്ട് താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു. വിഭീഷണ വീരനും താപസവൃന്ദവും ദേവന്മാരും അതുപോലെ തന്നെ വിഭീഷണനും ദുഃഖത്തോടു കൂടിയിട്ട് ഹാഹാ വിഷാദേന ദുഃഖ വിഷണ്ണരായി അവരെല്ലാവരും ദുഃഖിച്ചിരിക്കുകയാണ്. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് പവനാശനനാശനൻ അഥവാ ഗരുഡൻ രാമലക്ഷ്മണന്മാരും വാനര സംഘവും ഇന്ദ്രജിത്തിന്റെ ആ നാഗാശ്രമേറ്റ് മയങ്ങിയ സമയത്ത് അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആ പ്രപഞ്ചത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു ചിറകടി ശബ്ദം കേൾക്കുകയാണ്. ആ ചിറകടി കൊണ്ടുണ്ടായിട്ടുള്ള കാറ്റുകൊണ്ട് സമുദ്രങ്ങൾ പോലും തിരമാല വീശി അടിക്കുന്നു. കോടി സൂര്യപ്രഭയോട് കൂടിയിട്ട് സാക്ഷാൽ ഗരുഡൻ അവിടെ പറന്ന് എത്തിച്ചേരുകയാണ്. രാമപാദങ്ങളെ വണങ്ങി നിന്നുകൊണ്ട് ആ ഗരുഡൻ അവിടെ ശ്രീരാമനെ നമസ്കരിക്കുന്നു. ആ സമയത്ത് ഗരുഡന്റെ സാന്നിധ്യം കൊണ്ട് നാഗാസ്ത്ര ബന്ധനം നീങ്ങിയിട്ട് എല്ലാവരും പഴയതുപോലെ ഉത്സാഹത്തോടു കൂടിയിട്ട് ഉണർന്നെഴുന്നേറ്റിരുന്നു. അനന്തരം ഭക്തവത്സലനായ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ഗരുഡൻ ആകാശമണ്ഡലത്തിൽ മറഞ്ഞു. അസ്ത്രബന്ധനത്തിൽ നിന്ന് മോചിതരായിട്ടുള്ള വാനരന്മാർ മുമ്പത്തേക്കാൾ ബലവീര്യത്തോടു കൂടിയിട്ട് ഭഗവാന്റെ കൽപ്പന പ്രകാരം കുന്നും മരങ്ങളും പാറകളും ലങ്കയിലേക്ക് വലിച്ചെറിഞ്ഞ് യുദ്ധം വീണ്ടും ആരംഭിച്ചു. എന്നാൽ അത് കണ്ട രാവണൻ പറഞ്ഞു, എൻ്റെ മകൻ ശത്രുക്കളെ വധിച്ച് തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ വാനര സൈന്യത്തിന് വീണ്ടും ജീവൻ വെച്ചതും അവർ വീണ്ടും യുദ്ധത്തിന് വരുന്നതും എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുവിൻ എന്ന് ദൂതന്മാരോട് പറയുന്നു. ദൂതന്മാർ പുറത്തേക്ക് പോയിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ അന്വേഷിച്ച് തിരിച്ചു വന്ന് പറയുന്നു, സ്വാമിൻ അവരെല്ലാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ട് വീണ്ടും യുദ്ധത്തിന് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. വീര്യബലശാലികളായിട്ട് സുഗ്രീവാദികൾ കൈകളിൽ തീക്കൊള്ളികളും പിടിച്ച് ഭിത്തികളുടെ മുകളിൽ, നമ്മുടെ കൊട്ടാരത്തിന്റെ എല്ലാം ഭിത്തികളുടെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. അവർ രാക്ഷസരെ നാണമുണ്ടെങ്കിൽ പുറത്തു വരുമെന്ന് അട്ടഹസിക്കുന്നുണ്ട്. അത്രത്തോളം അവർ ധൈര്യശാലികളും വീര്യശാലികളുമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് കോപാന്ധനായ രാവണൻ ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന രാക്ഷസനെ വിളിച്ചു പറയുന്നു, അല്ലയോ ധൂമ്രാക്ഷ, അഹങ്കാരികളായിട്ടുള്ള ആ കുരങ്ങന്മാരെയും മനുഷ്യരെയും കൊന്നൊടുക്കുന്നതിന് സൈന്യസമേതം നീ ഇന്ന് തന്നെ പുറപ്പെടണമെന്ന് പറയുന്നു. വേഗത്തിൽ ജയിച്ചു വരാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ച രാവണൻ ധൂമ്രാക്ഷനോട് വളരെ പെട്ടെന്ന് യുദ്ധത്തിന് തയ്യാറാവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ധൂമ്രാക്ഷൻ ക്രുദ്ധനായിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു. ധൂമ്രാക്ഷൻ വളരെ ഉച്ചത്തിൽ വാദ്യഘോഷം മുഴക്കിക്കൊണ്ട് പടിഞ്ഞാറേ ഗോപുരം വഴി പുറപ്പെട്ടു ഹനുമാനോട് എതിരേൽക്കുകയാണ്. കാരണം പടിഞ്ഞാറേ ഗോപുരത്തിന്റെ അവിടെ കാവൽ നിൽക്കുന്നത് അഥവാ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് ഹനുമാനും സൈന്യവുമാണ്. ആ ഹനുമാന്റെ മുന്നിലേക്കാണ് ധൂമ്രാക്ഷൻ ഉച്ചത്തിൽ വാദ്യഘോഷം മുഴക്കിക്കൊണ്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത്. ആയുധവാണികളായിട്ട് ആന, തേര്, കുതിര മുതലായിട്ടുള്ള വാഹനങ്ങളിൽ കയറിയവരായിട്ടുള്ള രാക്ഷസപ്പട ഹനുമാനോട് എതിരിടുന്ന സമയത്ത് ഹനുമാന്റെ നേതൃത്വത്തിലുള്ള വാനര സൈന്യമാകട്ടെ മലയും മരവും അതുപോലെ പാറക്കഷ്ണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് യുദ്ധം ചെയ്തു. ചോരപ്പുഴകൾ ഒഴുകുന്നു, ഇരുഭാഗത്തും ആൾനാശമുണ്ടാകുന്നു. ഹനുമാൻ ഈ അവസരത്തിൽ വലിയ ഒരു പർവ്വതത്തിന്റെ കൊടുമുടിയെടുത്ത് ധൂമ്രാക്ഷന്റെ നേർക്ക് എറിയുന്നു. ധൂമ്രാക്ഷൻ ഗദയുമായിട്ട് തന്റെ തേരിൽ നിന്നും താഴേക്ക് ഇറങ്ങിയത് കൊണ്ട് ധൂമ്രാക്ഷൻ അവിടെ രക്ഷപ്പെടുന്നു. എന്നാൽ ധൂമ്രാക്ഷന്റെ തേര് അതുപോലെ കുതിരകൾ ഒക്കെ പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നു. ലക്ഷ്യം പിഴച്ചത് കാരണം ഹനുമാൻ സ്വാമി വീണ്ടും കുപിതനായിട്ട് രണ്ടാമത് ഒന്നുകൂടി എറിയുകയും
അതേറ്റ് ധൂമ്രാക്ഷൻ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ശേഷിച്ച രാക്ഷസന്മാരാവട്ടെ കോട്ടയിൽ കയറി വാതിലടച്ചു. സ്ത്രീജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഓടുകയും ചെയ്യുന്നു. ഈ വാർത്തയറിഞ്ഞ് രാവണൻ വളരെ ദുഃഖത്തോടു കൂടിയിട്ട് വജ്രദംഷൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നു. വജ്രദംഷൻ തെക്കേ ഗോപുരവാതിലൂടെയാണ് പുറത്തേക്ക് പുറപ്പെട്ടത്. ദുശകരങ്ങൾ കണ്ടതൊന്നും തന്നെ വകവയ്ക്കാതെ വജ്രദംഷൻ അംഗദനോട്, കാരണം തെക്കേ ഗോപുരത്തിന്റെ അവിടെ ആ തെക്ക് ഭാഗത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് അംഗദന്റെ സൈന്യമാണ്. വജ്രദംഷൻ അംഗദന്റെ സൈന്യത്തോട് ഏറ്റുമുറ്റി അംഗദനോട് ഏറ്റുമുട്ടുന്നു. ഇരുഭാഗവും ശക്തമായി നടത്തിയ യുദ്ധത്തിൽ ഇരു കൂട്ടർക്കും സൈന്യനാശം സംഭവിക്കുന്നു. രക്തനദികൾ ഒഴുകുകയാണ്. അതുപോലെ കയ്യും കാലും ഇല്ലാത്ത ശരീരങ്ങൾ അവിടെ ആ യുദ്ധക്കളത്തിൽ ഒരുപാട് കാണാൻ തുടങ്ങി. അംഗദൻ വജ്രദംഷന്റെ വാള് പിടിച്ചു വാങ്ങി അതേ വാള് കൊണ്ട് തന്നെ അവന്റെ ശിരസ് അറുത്ത് ദൂരേക്ക് എറിയുന്നു. അപ്രകാരം വജ്രദംഷനും മരണപ്പെടുകയാണ്. ഈ വാർത്തയും കേട്ട രാവണൻ ശക്തനായ അകമ്പനൻ എന്ന രാക്ഷസനെ വമ്പിച്ച സൈന്യത്തോടു കൂടിയിട്ട് പറഞ്ഞയക്കുന്നു. പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ ആ അകമ്പനൻ ഭൂമിയാകെ പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദത്തോടു കൂടിയിട്ട് പടിഞ്ഞാറെ ഗോപുരം വഴി നേരെ ഹനുമാന്റെ സൈന്യത്തോടാണ് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് എത്തിയത്. യാതൊരു കാലതാമസവും കൂടാതെ അകമ്പനൻ ഹനുമാന്റെ അടിയേറ്റ് മരണപ്പെടുന്നു. സാധുജനങ്ങൾ ഹനുമാനെ പ്രശംസിക്കുന്നു. രാവണനാകട്ടെ ഭയവും ദുഃഖവുമെല്ലാം വർദ്ധിച്ചു വരുന്നു. അനന്തരം രാവണൻ തന്റെ സൈന്യത്തിൽ കടന്ന് ചുറ്റും പരതി നോക്കുകയാണ്. വാനര സൈന്യം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് തന്റെ സൈന്യത്തിന്റെ ഉള്ളിൽ കൂടി ഒരു ചാരണയെ പോലെ രാവണൻ രാമന്റെ സൈന്യത്തിന്റെ ശക്തി എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സഞ്ചരിച്ചു നോക്കി. അപ്പോൾ കാണുന്നതാവട്ടെ രാമേശ്വരം മുതൽ അശോകവനിക വരെ രാമേശ്വരത്തോട് സേതുവിന്മേലും ആരാമദേശാന്തം സുബേലാചലോപരി വാനരസേന പരന്നതും, അതായത് രാമേശ്വരം മുതൽ സമുദ്രലംഘനം ചെയ്ത് ആ സേതുവിന്റെ മേലെ കൂടെ അണക്കെട്ടിന്റെ മുകളിലൂടെ വരുന്ന സൈന്യം താന്റെ അന്തഃപുരത്തിനടുത്തുള്ള എവിടെയാണോ സീതാദേവി ഇരിക്കുന്നത് ആ സീതാദേവി ഇരിക്കുന്ന അശോകവനി വരെ പരന്നു നിൽക്കുന്ന വലിയൊരു സൈന്യത്തെയാണ് ഇവിടെ രാവണൻ കാണുന്നത്. മാത്രമല്ല സുബേല പർവ്വതത്തിന്റെ മുകളിലും വാനരസേന പരന്നിരിക്കുന്ന കാഴ്ച രാവണൻ കണ്ട് ഭയപ്പെടുന്നു. ഇത് കണ്ടിട്ട് രാവണൻ പറയുകയാണ്, ഉടനെ പ്രഹസ്തൻ വരട്ടെ. പ്രഹസ്തനെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി രാവണൻ കൽപ്പിക്കുന്നു. അടുത്ത നിമിഷം തന്നെ പ്രഹസ്തൻ വന്ന് രാവണനെ കൈകൂപ്പി തൊഴുതു പറയുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും എന്ന് പറയുന്നു. അത് കേട്ട് രാവണൻ പ്രഹസ്തനോട് പറയുന്നു, ഹേ പ്രഹസ്ത, താൻ വാർത്തകളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ലേ? സൈന്യത്തെ നയിക്കാൻ ഈ ലങ്കാരാജ്യത്തിന് ആരും ശേഷിക്കുന്നില്ലേ? ചെല്ലുന്നവരെല്ലാം തന്നെ ആ വാനര സൈന്യം കൊല്ലുകയാണ്. അത് കണ്ടിട്ട് നമ്മൾ അടങ്ങിയിരിക്കുന്നത് ശരിയാണോ? ഒന്നുകിൽ ഞാൻ യുദ്ധത്തിന് പോകണം, അല്ലെങ്കിൽ താങ്കൾ പോകണം, അതുമല്ലെങ്കിൽ കുംഭകർണനെ ഉടനെ തന്നെ പുറപ്പെട്ട് യാത്ര അയപ്പിക്കണം. അപ്രകാരം ആര് പോയാലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് തന്നെ ശത്രുക്കളെല്ലാം നശിപ്പിക്കണം. അതിനാരാണ് പോകേണ്ടത് എന്ന് തീരുമാനിച്ചാലും എന്ന് പറയുന്നു. അതിന് മറുപടിയായിട്ട് പ്രഹസ്തൻ താൻ തന്നെ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് രാവണനെ അറിയിക്കുന്നു. പ്രഹസ്തൻ ലങ്കയിലുള്ള സൈന്യത്തിന്റെ 1/4 ഭാഗത്തിന്റെ നായകനാണ്. ആ പ്രഹസ്തൻ കുംഭകൻ, മഹാനാഥൻ, ദുർമുഖൻ, സമുദ്രഥൻ എന്നീ 4 മന്ത്രിമാരോട് ചേർന്ന് കുംഭകനും മഹാനാഥനും ദുർമുഖൻ, ജമ്പാരി വൈരിയാം, വീരൻ, സമുന്നതൻ ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 ആ മന്ത്രികൾ 4 പേരോട് കൂടിയിട്ടും ഇങ്ങനെ വൻപടയോടും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വലിയൊരു സൈന്യത്തോടു കൂടിയിട്ടും രാമലക്ഷ്മണന്മാരോട് എതിരിടാൻ വേണ്ടിയിട്ട് കിഴക്കേ ഗോപുരവാതിൽക്കലൂടെ പ്രവേശിക്കുന്നു. കിഴക്കേ ഗോപുരവാതിൽക്കലിൽ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നത് നീലന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ്. ആ നീലനോട് അവർ ഏറ്റുമുട്ടുന്നു. വാനന്മാർ പാറയും മരവും പർവ്വതങ്ങളും ഒക്കെ എടുത്ത് രാക്ഷസന്മാരെ എല്ലാവരെയും കൊന്നൊടുക്കി. രാക്ഷസന്മാരുടെ ആയുധ പ്രയോഗങ്ങൾ ഏറ്റിട്ട് വാനരന്മാരും പലരും മരിച്ചു വീണു. ആനകളും കുതിരകളും മരിച്ച് രക്തം ആറുപോലെ ആ പ്രദേശത്താകെ ഒഴുകിത്തുടങ്ങി. ഒടുവിൽ ജാമ്പവാൻ പ്രഹസ്തന്റെ 4 മന്ത്രിമാരെയും വധിക്കുന്നു. നീലനുമായുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ പ്രഹസ്തൻ കാലപുരി പൊക്കുന്നു, അഥവാ പ്രഹസ്തനും മരിച്ചു വീഴുന്നു. സേനാപതിയും പടയും മരിച്ചത് മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. തന്റെ സേനാപതിയും പടയുമെല്ലാം തന്നെ മരിച്ചു എന്ന് രാവണൻ കേട്ടിട്ട് വളരെ വളരെ കോപത്തോടു കൂടിയിട്ട് പറയുന്നു, ആരെയും പോരിന് അയക്കുന്നതിൽ ഇനി നേരെ പൊരു ജയിക്കുന്നതുണ്ടല്ലോ, ഇനി ഞാൻ ആരെയും യുദ്ധത്തിന് പറഞ്ഞു വിടുന്നില്ല, ഞാൻ തന്നെ യുദ്ധത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ തേര് വരുത്തുവാൻ വേണ്ടിയിട്ട് കൽപ്പന കൊടുത്തിട്ട് രാവണൻ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. ആ രാവണൻ യുദ്ധത്തിന് പുറപ്പെടുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം ഇവിടെ വർണ്ണിക്കുകയാണ്. ആലവട്ടം, വെഞ്ചാമരം, മുത്തുക്കുട തുടങ്ങിയിട്ടുള്ള രാജചിഹ്നങ്ങളെല്ലാം തന്നെ ധരിച്ചുകൊണ്ട് 1000 കുതിരകളെ പൂട്ടിയ പൊന്മയമായിട്ടുള്ള രഥത്തിൽ ആയുധപാണിയായിട്ടുള്ള രാവണൻ വടക്കുഭാഗത്തെ വലിയ ഗോപുരത്തിലൂടെ ആണ് രാവണൻ യുദ്ധത്തിന് പുറപ്പെടുന്നത്. ലങ്കയിലുള്ള സകല വീരയോദ്ധാക്കളും രാവണന്റെ കൂടെ യുദ്ധത്തിനായിട്ട് രാവണന്റെ പിന്നെ ചെന്നു.
പരാക്രമശാലികളായിട്ടുള്ള ആ വൻ രാക്ഷസ സൈന്യത്തെ കണ്ടിട്ട് ശ്രീരാമൻ പുഞ്ചിരിയോട് കൂടിയിട്ട് വിഭീഷണനെ നോക്കിയിട്ട് കടക്കണ്ടുകൊണ്ട് ഒരു നോട്ടം നോക്കിയിട്ട് പറയുന്നു, ഇവരാരൊക്കെയാണ് എന്ന് അല്ലയോ വിഭീഷണ പറഞ്ഞു തന്നാലും, അവരുടെ ഗുണദോഷങ്ങൾ എന്താണ് എന്ന് ഒന്ന് വിസ്തരിച്ച് തന്നാലും എന്ന് പറയുന്നു. അതിൻ്റെ ആ ചോദ്യം കേട്ടതിന് ശേഷം, ശ്രീരാമന്റെ ആ ഒരു ചോദ്യം കേട്ടതിന് ശേഷം, നല്ല വീരന്മാർ വരുന്നത് കാണടോ, ചൊല്ലണം എന്നോട് ഇവരെ യഥാഗുണം, അവരുടെ ഗുണങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ വിഭീഷണൻ രാമനോട് ആ സൈന്യത്തെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുകയാണ്. അല്ലയോ പ്രഭോ, ബാലസൂര്യപ്രകാശം പരത്തിയിട്ട് വില്ലും അമ്പും ധരിച്ച് ആനപ്പുറത്ത് കയറി വരുന്ന രാക്ഷസന്റെ പേര് അകമ്പനൻ എന്നാണ്. സിംഹം കൊടിയടയാളമായിട്ടുള്ള തേരിൽ വരുന്ന വില്ലാളിയെ കണ്ടുവോ? അത് മുമ്പൊരിക്കൽ നമ്മെ ജയിച്ച ഇന്ദ്രജിത്താണ്. വലിയൊരു തേരിൽ മഹാകായനായിട്ടുള്ള ഒരു വില്ലാളി ആഭരണങ്ങളും അണിഞ്ഞു വരുന്നത് അങ്ങ് കാണുന്നില്ലേ? അത് രാവണന്റെ മറ്റൊരു മകനായിട്ടുള്ള അതികായനാണ്. പൊന്നണിഞ്ഞ് ആനക്കഴുത്തിൽ വരുന്നവന്റെ പേര് മഹോദരൻ എന്നാണ്. കുതിരപ്പുറത്ത് ഇരുമ്പുലക്കയും തുള്ളിച്ചു കൊണ്ടുവരുന്നത് നരാന്തകനാണ്. വെള്ളക്കാളപ്പുറത്ത് ശൂലവും കറക്കിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നവന്റെ പേര് തൃശ്ശിരസ് എന്നാണ്. കുംഭകർണന്റെ പുത്രനായിട്ടുള്ള കുംഭനാണ് അതിനടുത്തായിട്ട് വരുന്നത്. തൊട്ടടുത്ത് വരുന്നത് അവന്റെ അനുജനായ നികുംബനാണ്. എല്ലാവരും നമ്മളുമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വരവാണ്. രാവണന്റെ ഈ വരവ് നമ്മെ ജയിക്കാൻ വേണ്ടി നിശ്ചയിച്ചു തന്നെയാണ് എന്ന് വിഭീഷണൻ രാമനെ അറിയിക്കുന്നു. ഇത്തം വിഭീഷണൻ ചൊന്നത് കേട്ടതിന് ഉത്തരം രാഘവൻ താനും അരുൾ ചെയ്തു, യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ എന്നു ഞാൻ. ഇപ്രകാരം ആ സൈന്യത്തെക്കുറിച്ച് വിഭീഷണൻ വർണ്ണിച്ച സമയത്ത് ശ്രീരാമൻ പറയുകയാണ്, ദുഷ്ടനായ രാവണനെ ഞാൻ ഇന്ന് തന്നെ വധിച്ച് എൻ്റെ ഉള്ളിലുള്ള കോപം ശമിപ്പിക്കും. വിഭീഷണ, നീ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അപ്പോൾ രാവണൻ പിന്നാലെ വരുന്ന പടയെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജധാനി ആരാണ് സംരക്ഷിക്കുക? അതുകൊണ്ട് ശത്രുക്കൾ മറുവശത്തു കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്രകാരം അവർ വരികയാണെങ്കിൽ അവരെ തടയുവാനും അവരോട് യുദ്ധം ചെയ്യുവാനും അന്തഃപുരത്തിനകത്ത് അഥവാ നമ്മുടെ രാജധാനിയുടെ അകത്ത് ആരും തന്നെയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ട് തിരിച്ചു പോയിക്കൊള്ളൂ. ഇവരോട് യുദ്ധത്തിന് ഞാൻ മാത്രം മതിയാകും എന്ന് പറയുന്നു. എൻ്റെ ശക്തി ഇപ്പോഴും ക്ഷയിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള രാക്ഷസ സൈന്യം മുഴുവൻ തിരിച്ചു പോവുകയാണ്. രാവണൻ വാനരന്മാരെ ബാണമേത് അകറ്റുന്നത് കണ്ടിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആയുധപാണിയായി യുദ്ധത്തിന് ഒരുങ്ങി നിന്നു. അപ്പോൾ ലക്ഷ്മണൻ രാമനോട് പറയുന്നു, അല്ലയോ പ്രഭോ, ഈ ദുഷ്ടനോട് യുദ്ധം ചെയ്യാൻ ആദ്യം എനിക്കൊരു അവസരം തരണം. രാവണന്റെ വീരപരാക്രമങ്ങളും മായാപ്രയോഗമെല്ലാം കരുതി വേണം അവനോട് യുദ്ധം ചെയ്യുവാനെന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. അതിനനുസരിച്ച് ലക്ഷ്മണൻ അത് ശ്രദ്ധിക്കാമെന്ന് പറയുകയും ശ്രീരാമന്റെ പാദങ്ങളെ വണങ്ങിക്കൊണ്ട് ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചുകൊണ്ട് യുദ്ധത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. സീതാദേവിയെ മോഷ്ടിച്ച കള്ളനെ മുന്നിൽ കണ്ട സമയത്ത് ഹനുമാൻ സ്വാമി കുതിച്ചു ചാടി അവന്റെ തേർത്തട്ടിൽ, രാവണന്റെ തേർത്തട്ടിൽ ചെന്ന് പതിക്കുകയും അത് കണ്ടിട്ട് രാവണൻ പരിഭ്രമിച്ചു പോവുകയും ചെയ്യുന്നു. ഹനുമാൻ തൻ്റെ വലതുകൈ ഉയർത്തിക്കൊണ്ട് രാവണനോട് പറഞ്ഞു, സജ്ജനങ്ങളെ ദ്വേഷിക്കുന്ന നിനക്ക് വാനരന്മാരെ കൊണ്ട് നാശം വരും. നിന്നെ അടിച്ചു കൊല്ലാനാണ് ഞാൻ വന്നു നിൽക്കുന്നത്. ശക്തിയുണ്ടെങ്കിൽ നീ എൻ്റെ ഈ പ്രയോഗത്തെ ഒന്ന് തടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, അത് മാത്രവുമല്ല നിന്റെ പ്രിയപുത്രനായ അക്ഷകുമാരനെ കൊന്നവൻ ഞാനാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി ശക്തമായി രാവണനെ ഒന്ന് പ്രഹരിക്കുന്നു. ആ പ്രഹരം കൊണ്ട് ശക്തനായ രാവണൻ ഞെട്ടിവിറച്ച് ആ തേർത്തട്ടിൽ താഴെ വീണു. പിന്നെ എഴുന്നേറ്റ് എന്ന് പറയുന്നു, ഹേ ഹനുമാൻ, ഇവിടെ വന്നിട്ടുള്ള കവികളിൽ വെച്ച് കേമൻ നീ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ട് ഹനുമാൻ സ്വാമി പറയുന്നു, ഹേ ലങ്കേശ, നിന്റെ അനുമോദനം അത് കേൾക്കുവാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് നിന്റെ അനുമോദനം കൊണ്ട് എന്ത് മേന്മയാണുള്ളത്? എൻ്റെ തല്ലുകൊണ്ടാൽ പിന്നെ ഇന്നേ വരെ ആരും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടില്ല. ഇപ്പോൾ നീ മരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ദുർബലനായി പോയി എന്നതാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിന്നെ വധിക്കണമെങ്കിൽ അല്പസമയം പൊരുതുക തന്നെ വേണമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഹനുമാൻ പറയുന്നു. അപ്പോൾ രാവണൻ ഒരു പ്രഹരം ഹനുമാൻ സ്വാമിക്ക് നൽകുന്നു. അതേറ്റ് ഹനുമാൻ സ്വാമിയും ബോധക്ഷയമുണ്ടാകുന്നു. നീലന നേരം കുതികൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടും അകുടങ്ങൾ 10 ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ. നീലൻ ആ രാവണന്റെ തേരിലേക്ക് ചാടിയിട്ട് രാവണന്റെ തലകളിലും അതുപോലെ 10 തലകളിലും കിരീടങ്ങളിലും അതുപോലെ തേർത്തട്ടിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നൃത്തം ചെയ്യുന്നു. ആ സമയത്ത് പാടിത്തുടങ്ങിനാൻ നാരദനും. അത് കണ്ടിട്ട് സന്തോഷത്തോടുകൂടി നാരദൻ ഗീതം ആലപിക്കുന്നു. അപ്രകാരം നീലനെ ആഗ്നേയാസ്ത്രം കൊണ്ട് രാവണൻ ദൂരത്തേക്ക് തള്ളിവിട്ടു. ഉടനെ ലക്ഷ്മണൻ രാവണനോട് യുദ്ധം ചെയ്യുന്നു. രണ്ടുപേരും ഒരേപോലെ ശരവർഷം തുടങ്ങി.
പോർക്കളം കാണാൻ കഴിയാത്ത വിധം അമ്പുകൾ തിങ്ങി നിറഞ്ഞു. ലക്ഷ്മണൻ രാവണന്റെ വില്ല് മുറിച്ചിട്ടു. നിരായുധനായി വിഷമിച്ച രാവണൻ മയൻ കൊടുത്ത വേലെടുത്ത് ലക്ഷ്മണന്റെ മാറിടം ലക്ഷ്യമാക്കി പ്രയോഗിച്ചു. അമ്പുകൾ കൊണ്ട് തടുക്കാൻ കഴിയാതെ ആ ശക്തിയേറ്റ്, ആ വേലേറ്റ് ലക്ഷ്മണൻ ഭൂമിയിൽ മോഹിച്ചു വീഴുന്നു, ഓഹാലസ്യപ്പെട്ട് വീഴുന്നു. ഉടനെ രാവണൻ വീണ് കിടന്ന ലക്ഷ്മണനെ എടുക്കാനായിട്ട് ഭാവിക്കുന്നു. പക്ഷേ കൈലാസ ശൈലം എടുത്തുയർത്തിയ രാവണന് ആ ലക്ഷ്മണന്റെ ശരീരം ഒന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. ശ്രീരാമന്റെ പ്രഭാവമാണ് അത് എന്ന് മനസ്സിലാക്കിയ രാവണൻ ലജ്ജിതനാവുന്നു. ഇതെല്ലാം കണ്ടു നിന്ന ഹനുമാൻ സ്വാമി കുതിച്ചു ചാടി ചെന്ന് രാവണന് ഒരടി കൊടുക്കുകയും രാവണനെ അടിച്ച് ഭൂമിയിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് കുമാരനെ ഒരു പുഷ്പം പോലെ എടുത്ത് രാമപാദുകങ്ങളിൽ വെച്ച് തൊഴുതു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ രാവണനോട് യുദ്ധം തുടങ്ങുകയാണ്. അത് കണ്ട് ഹനുമാൻ ഭഗവാനെ വണങ്ങിക്കൊണ്ട് പറയുന്നു, സ്വാമിൻ, അങ്ങ് എൻ്റെ തോളിൽ എഴുന്നള്ളിയിരുന്ന് വേണം രാവണനെ നിഗ്രഹിക്കാൻ എന്ന് അപേക്ഷിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹനുമാൻ സ്വാമിയുടെ തോളിൽ ശ്രീരാമൻ കയറുകയും ഹനുമാന്റെ കണ്ഠദേശത്തിൽ ശ്രീരാമൻ വിളങ്ങുകയും ചെയ്തു. നിന്നെ അടുത്ത് കാണാൻ കൊതിച്ചേൻ തുലോം ഇന്നതിനാശി യോഗം വന്നിതാകിയാൽ, ശ്രീരാമൻ രാവണനോട് പറയുകയാണ്, നിന്നെ അടുത്ത് കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ നാളായി ആഗ്രഹിക്കുന്നു. ഇന്നാണ് അതിന് യോഗം വന്നത്. ഇനി ഭൂമിയിൽ ജീവിക്കുവാൻ നിന്നെയും നിന്റെ അനുയായികളെയും ഞാൻ സമ്മതിക്കുകയില്ല. കാൽക്ഷണം പോലും, അരക്ഷണം പോലും നീ എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ പോലും നിനക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസ്ത്രപ്രയോഗം തുടങ്ങി. രാവണനും ശക്തമായിട്ട് പൊരുതി. രാവണന്റെ ബാണങ്ങൾ ഹനുമാന്റെ ശരീരത്തിലുമേറ്റു. അതുകണ്ട് ഭഗവാന് കോപം വർദ്ധിച്ചു. ക്ഷണത്തിൽ ഒരു ബാണമെടുത്ത് രാവണന്റെ മാറിടം നോക്കി ശ്രീരാമൻ പ്രയോഗിക്കുന്നു. രാവണൻ ബോധരഹിതനായിട്ട് നിലംപതിച്ചു. ആ അവസരത്തിൽ ഭഗവാൻ അവന്റെ തേര്, കൊടി, കുട, കിരീടം മുതലായവയെല്ലാം തന്നെ മുറിച്ച് താരാളിയെയും വധിച്ചു. രാവണൻ ഏകാഗിയായിട്ട് ദുഃഖിച്ച് വിഷമിച്ച് നിൽക്കുന്നു. രാവണൻ തന്നോട് അരുളി ചെയ്തു. ആ സമയം ശ്രീരാമൻ രാവണനോട് പറയുന്നു, ആമയം പാരം നിനക്കുണ്ട് മാനസേ, പോയാലും ഇന്ന് ഭയപ്പെടായേതുമേ. നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും നിനക്ക് ദുഃഖം, നിനക്ക് സങ്കടം, നിനക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. നീ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ തിരിച്ച് ലങ്കയിലേക്ക് പോയിക്കൊള്ളൂ. ആയുധ വാഹകരോട് കൂടിയിട്ട്, വിവിധ ആയുധങ്ങളോട് കൂടിയിട്ടും വാഹനങ്ങളോട് കൂടിയിട്ടും നീ നാളെ യുദ്ധത്തിന് വന്നാലും മതി. അപ്രകാരം പറഞ്ഞത് കേട്ടപ്പോൾ രാവണന് അത് പരിഹാസമാണ് എന്ന് മനസ്സിലായി. എന്തായാലും രാവണൻ രാമന്റെ വാക്ക് കേട്ട് തിരിച്ച് ലങ്കയിലേക്ക് നടക്കുകയാണ്. രാമബാണം തന്റെ പിന്നാലെ വരുന്നുണ്ടോ എന്നുള്ള ഭയത്തോടു കൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് രാവണൻ ലങ്കയിലേക്ക് തിരിച്ചു പോകുന്നത്. ഭയവും അഭിമാനഹാനിയും കൊണ്ട് ശരീരമാകെ വിറച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് രാവണൻ പ്രവേശിക്കുകയും ചിന്തയോടുകൂടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ശങ്കയോടു കൂടിയിട്ട് രാവണൻ അവിടെ വസിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് നാം ഇന്ന് ചിന്തിക്കുന്ന പാഠ്യഭാഗം. ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഒന്ന്, യുദ്ധം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് സൈന്യവും, രാമന്റെ സൈന്യവും അതുപോലെ രാവണന്റെ സൈന്യവും യുദ്ധത്തിന് തയ്യാറായി. ലങ്കാനഗരത്തിന്റെ 4 ഗോപുരവാദിക്കലും പ്രഗത്ഭരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള സേനാപതിമാരെ നിയോഗിച്ചു. അതേപ്രകാരം സുഗ്രീവ സൈന്യത്തിൽ അഥവാ രാമന്റെ സൈന്യത്തിലും 4 ദിക്കിൽ നിന്നുമുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് 4 ഗോപുരവാദിക്കലും യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രഗത്ഭരായിട്ടുള്ള വാനരന്മാരെ നിയോഗിച്ചു. അപ്രകാരം ഓരോ ദിക്കിലൂടെയും വരുന്ന രാക്ഷസന്മാരെ അതാത് ദിക്കിലെ ചുമതലയേൽപ്പിച്ചിരിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അവരുടെ ധർമ്മം ചെയ്യുകയും ആ രാവണന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്രകാരം യുദ്ധം പല വിധത്തിൽ അവിടെ സംഭവിക്കുകയാണ്. രാവണൻ പലരെയും പറഞ്ഞു വിടുന്നു. അവരെല്ലാവരെയും തന്നെ രാമന്റെ സൈന്യം, സുഗ്രീവ സൈന്യം, വാനര സൈന്യം അവരെ എല്ലാവരെയും തന്നെ വധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇനി ആരും വരേണ്ടതില്ല എന്ന് ചിന്തിച്ചിട്ട് രാവണൻ തന്നെ യുദ്ധത്തിന് പുറപ്പെടുന്നു. രാവണൻ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് രാവണനോട് രാമൻ തന്നെ ആദ്യം ലക്ഷ്മണൻ നേരിട്ട് എതിർക്കുന്നു. അതിനുശേഷം രാമൻ എതിർക്കുന്നു. അപ്രകാരം രാമനിൽ നിന്ന് ശരമേറ്റുകൊണ്ട്, അമ്പേറ്റുകൊണ്ട് സർവവും നഷ്ടപ്പെട്ട് തന്റെ കിരീടവും കൊടിയും രഥവും എല്ലാം നഷ്ടപ്പെട്ടിട്ട് രാവണൻ ഭയത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് രാവണനോട് പറയുന്നു, ഇന്ന് നീ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ ആയിട്ട് നാളെ വീണ്ടും യുദ്ധത്തിന് വന്നാട്ടെ എന്ന് പറഞ്ഞ് രാവണനെ മടക്കി അയക്കുകയും ചെയ്യുന്നു. ലജ്ജിതനായ രാവണൻ തിരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ പുറകിൽ രാമന്റെ അമ്പ് വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട്
രാമബാണം വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭയത്തോടു കൂടിയിട്ട് ലങ്കയിലേക്ക്, തൻ്റെ കൊട്ടാരത്തിലേക്ക് ദുഃഖിതനായിട്ട് പോകുന്ന കാഴ്ചയോട് കൂടിയിട്ടാണ് ഇന്നത്തെ പാഠ്യഭാഗം ഇവിടെ പര്യവസാനിക്കുന്നത്. ധർമ്മസങ്കല്പം കൊണ്ട് ധന്യമായ രാമന്റെ ആ സങ്കല്പം നമ്മുടെ ലെവലിൽ നിറയട്ടെ എന്നും അധർമ്മസങ്കല്പമായിരിക്കുന്ന രാവണന്റെ ചിന്ത നമ്മുടെ എല്ലാ മനസ്സുകളിൽ നിന്ന് മാറട്ടെ എന്നും സങ്കല്പിച്ചുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗത്തെ നമുക്ക് ഗുരുപാദങ്ങളിൽ സമർപ്പിക്കാം. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനുജായ സാർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.